ക്രിസ്മസ് ഈവനിങ്ങിന്റെ ഷോപ്പിങ്ങിന് വേണ്ടി ഞങ്ങൾ പോവുകയാണ് അങ്കമാലി ടൗണിലോട്ട്. പോകുന്നത് ക്രിസ്മസ് ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റുഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും തീരുമാനം മാറ്റി സ്റ്റുഡിയോയിൽ കയറി. പിന്നെ അവിടെ നിന്ന് കിട്ടിയ ഒരു സഞ്ചിയും തോളിലിട്ട് എന്തൊക്കെ പറക്കി കൂട്ടാമോ അതൊക്കെ ഞങ്ങൾ പറക്കി കൂട്ടിയിട്ടുണ്ട്. ഞാനും കസിനും ചേച്ചിയും അച്ചാച്ചനും കൂടിയാണ് പോയത്. അച്ചാച്ചൻ പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ, 3 പെൺപിള്ളേരെയും കൊണ്ട് പോയിട്ട് സ്റ്റുഡിയോയിൽ കയറി കഴിഞ്ഞാൽ എപ്പോൾ തിരിച്ചിറങ്ങാനാ. അവസാനം ഞങ്ങൾ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയത് സ്റ്റുഡിയോ പൂട്ടാനായപ്പം അവർ പറഞ്ഞു മതി, ഷോപ്പിംഗ് കഴിഞ്ഞു, ഇന്നത്തെ ഡേ ക്ലോസ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അത്രയും നേരം നമ്മൾ സ്റ്റുഡിയോ തന്നെയാണ് സ്പെൻഡ് ചെയ്തത് കേട്ടോ. ഞങ്ങൾ 4 പേരായിട്ട് ഷോപ്പിലോട്ട് കയറിയിട്ട് പിന്നെ അവിടെ ഇവിടെ വെച്ചിട്ടാണ് എല്ലാവരെയും മീറ്റ് ചെയ്യണേ. ഒരുമിച്ചേ ആയിരുന്നില്ല, 4 ദിക്കിലോട്ടാണ് പോയത് കേട്ടോ. പിന്നെ ഞാൻ എവിടെയൊക്കെ മിറർ കാണണം അവിടെയൊക്കെ പോയിട്ട് ഷോ ഇറക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാ സംഭവങ്ങളും നോക്കി നടക്കുവാൻ കേട്ടോ. 299 ഒരുപാട് ചപ്പൽസ് ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. ക്വാളിറ്റി വൈസ് എത്രത്തോളം ഉണ്ടെന്നൊന്നും അറിയില്ലെങ്കിലും മാറി മാറി ഇടാനായിട്ട് 299 അല്ലേ, അപ്പം നമുക്ക് വാങ്ങാന്നുള്ളൂ. പിന്നെ അച്ചാച്ചനും ഷോപ്പിങ്ങിലേക്കും കയറി. പിന്നെ ഞങ്ങൾ 3 പേരും എന്താ വീണ്ടും മിററിൻ്റെ ഫ്രണ്ട്. പിന്നെ ഇതാ ഒരുപാട് ക്യൂട്ട് ഐറ്റംസ് ഉണ്ട്. ഈ ഒരു റാക്ക് വെച്ചേക്കുന്നത് നമ്മൾ ക്യൂ നിൽക്കില്ലേ ബില്ലിങ്ങിൻ്റെ സ്ഥലത്താണ് കേട്ടോ. അത് ആക്ച്വലി അവരുടെ ഒരു സ്ട്രാറ്റജിയാണ്. നമ്മൾ ക്യൂ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ ഇതിനകത്ത് നിന്ന് 1-2 എണ്ണമൊക്കെ പിറക്കി അതൊക്കെ ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ എടുക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് അവർ നൈസായിട്ട് അവിടെ കൊണ്ടുവച്ചേക്കാണ്. നമ്മൾ അവിടെ നിന്നും കുറേ സാധനങ്ങളൊക്കെ വെച്ചൊക്കെ നോക്കി. പിന്നെ ഇതാ കസിൻ ഈ പച്ച കളർ ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ സ്റ്റുഡിയോയുടെ ഷീറ്റ് മാസ്ക് ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് റിവ്യൂ പറയാനറിയില്ല. പിന്നെ ഈ ഷോപ്പിംഗ് ബാഗ് നൈസാണ് കേട്ടോ. നമ്മൾ പണ്ട് പോലെ നമുക്ക് കവറ് ജസ്റ്റ് ഫ്രീ ആയിട്ടൊന്നും കിട്ടത്തില്ലല്ലോ. പ്ലാസ്റ്റിക് കവേഴ്സൊക്കെ അവോയ്ഡ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പം ക്യാരി ബാഗിന് എക്സ്ട്രാ പൈസയൊക്കെ കൊടുക്കണം. ഈ ഒരു ലിബാം എൻ്റെ ഫേവറേറ്റ് ആട്ടോ, 49 റുപ്പീസേ ഉള്ളൂ. അങ്ങനെ അവർ പറഞ്ഞു കട ക്ലോസ് ചെയ്യാൻ പോകണമെന്നപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അച്ചാച്ചന് ഒരു കോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പീറ്റർ ഇംഗ്ലണ്ടിൽ കയറി. സോറി, കോട്ട് എന്നല്ല പറയാം, ബ്ലേസർ എന്നാണ് ഇതിന് പറയാം കേട്ടോ. പക്ഷേ എൻ്റെ വായിൽ പണ്ട് മുതലേ കോട്ടിന്നേ വരുള്ളൂ. ഞാൻ ഈ സംഭവങ്ങളൊന്നും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ഇതുവരെ ഇടാത്തൊരു സംഭവമാണ്. അപ്പം ഞാനൊരു ചാൻസ് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാനും എന്താ ഇത് ട്രൈ ചെയ്തു. അപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ട്രൈ ചെയ്തു. പക്ഷേ എനിക്ക് സ്വയമായിട്ട് തോന്നിയത് ഒരു കോമാളി ലുക്ക് പോലെ ഉണ്ടല്ലേ, ഇതൊക്കെ കുറച്ച് ഓവറാണല്ലേ. ഞങ്ങൾ 2 പേരും കോട്ടിട്ട് കഴിയുമ്പോൾ അതിൻ്റെ നടുക്കുന്ന ചേച്ചി നിങ്ങൾ 2 പേരും എൻ്റെ ബോഡി ഗാർഡാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കളിയാക്കുമായിരുന്നു. പിന്നെ നേരെ പോയത് ചിക്കിങ്ങിലോട്ടാണ്. ചിക്കിങ് പിന്നെ വെളുപ്പിന് 4 മണി വരെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ കയറി കുറേ കഥയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ നമ്മൾ വന്നത് ക്രിസ്മസ് ഷോപ്പിങ്ങിനാണെങ്കിലും അത് മാത്രം നടന്നില്ല.